2047 ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ളതാണ് ഇസ്ലാമിസ്റ്റുകളുടെ അജണ്ട. അത് ഭാരതത്തെയാണ് കേട്ടോ. അപ്പോൾ 2047 നമ്മുടെ ഭാരത സർക്കാരിനെ സംബന്ധിച്ചും വളരെ വിലപ്പെട്ട ഒരു വർഷമാണ്. കാരണം അവരും ഒരു അജണ്ട വെച്ചിട്ടുണ്ട്, വികസിത് ഭാരത് എന്നുള്ളത്. ഇപ്പോൾ ഈ വികസിത് ഭാരത് എന്നതിലേക്ക് നോക്കുമ്പോൾ നമ്മൾ സംസാരിച്ച് പറയുകയുണ്ടായി, 2047 കൂടി $30 ട്രില്യൺ US ഡോളറിൻ്റെ കുതിപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ഇപ്പോൾ അതിന് വേണ്ടുന്ന സാഹചര്യങ്ങളാണെങ്കിൽ എളുപ്പത്തിൽ തയ്യാറാക്കി തരികയും ചെയ്തു ട്രംപ്. സത്യത്തിൽ നമ്മൾ ട്രംപിനോട് കുറച്ച് താങ്ക്ഫുൾ ആയിരിക്കണമെന്നാണ് തോന്നുന്നത്. കാരണം എല്ലാ വഴികളും പെട്ടെന്ന് തുറന്നു കിട്ടി, നമ്മൾ അധികം മുട്ടേണ്ടി വന്നിട്ടൊന്നുമില്ല, നമ്മൾ സംസാരിക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ താലിബാൻ വരുന്നു ഇന്ത്യയിലേക്ക്, പുടിൻ വരുന്നു ഇന്ത്യയിലേക്ക്. പുടിൻ വരുന്നു എന്നുള്ളതാണ് വലിയ വാർത്ത. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് അവിടെ നിന്നിട്ട് നിക്കക്കള്ളി ഇല്ലാതെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും നമ്മുടെ ഭാരതത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. വന്നേ മതിയാകൂ. കാരണം ഇന്ത്യയുമായിട്ട് യോജിച്ചു പോകേണ്ട ഒരു അവസ്ഥയിലേക്കുണ്ട്. ഒരു രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഭരണാധികാരികൾ ആ രാജ്യത്തുണ്ടാകുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ തന്നെയായിരിക്കും. എല്ലാ രാജ്യത്തിൻ്റെ പുരോഗതിയാണ് ആ രാജ്യത്തിൻ്റെ ഭരണാധികാരി. അപ്പോൾ പുരോഗതിയിലേക്ക് ഒരു രാജ്യത്തെ നയിക്കണമെങ്കിൽ പുരോഗതിയിലൂന്നിയുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ പുരോഗതിയിലൂന്നിയുള്ള കാര്യങ്ങൾ ഇപ്പോഴത്തെ ലോകക്രമം അനുസരിച്ച് എല്ലാ രാജ്യങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് മാത്രമേ ലോകത്ത് നീങ്ങാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പുരോഗതി ഉണ്ടാകത്തുള്ളൂ. അപ്പം അതിനകത്ത് ഏറ്റവും ആദ്യം പ്രിഫർ ചെയ്യുമ്പോൾ ഈ പറയുന്നത് ഇന്ത്യയാണ്. അതുകൊണ്ടാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഒരു പക്ഷേ ഇന്ത്യയെ പുച്ഛിച്ചിരുന്ന, അല്ലെങ്കിൽ നമ്മളെ അടക്കി വാണിരുന്ന, ലോകത്തെ അടക്കി വാണിരുന്ന ആ രാജ്യം, അല്ലെങ്കിൽ ഞങ്ങൾ കഴിഞ്ഞേ ഉള്ളൂ, ഒരുപക്ഷെ അമേരിക്കയോട് പോലും ഒന്നിച്ച് നീങ്ങാം, അല്ലാതെ അമേരിക്കയെ അംഗീകരിച്ച് പോകുന്നൊരു മാനസികാവസ്ഥയുള്ള ഒരു രാജ്യമല്ലായിരുന്നു. ആ രാജ്യമാണിപ്പം ഇന്ത്യയുമായിട്ട് കഴിഞ്ഞ 30 കൊല്ലത്തിനകത്ത് ഒരു കരാറും ഉണ്ടാക്കാത്ത, അതായത് വ്യാപാര കരാർ ഉണ്ടാക്കാത്ത എന്നിടത്ത് ഇന്ന് വ്യാപാര കരാർ ഉണ്ടാക്കുന്നു. ദീർഘകാലാടിസ്ഥാനത്തിൽ വ്യാപാര കരാർ ഉണ്ടാക്കുന്നു. വിഷൻ 2035 എന്ന് പറയുന്ന ഒരു പേരിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അവരുടെ ഇപ്പോഴത്തെ $56 ബില്യൺ നമുക്ക് 30 ആകുമ്പോഴത്തേന് അത് ഇരട്ടിയാക്കണമെന്ന് അവിടുത്തെ പ്രധാനമന്ത്രി പറയുന്നു. ആ പ്രധാനമന്ത്രി ഇന്ത്യയിൽ വരുന്നു, വ്യവസായികളുമായിട്ട് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാകുന്നു. എല്ലാ വിധത്തിലും, അല്ലെങ്കിൽ സാങ്കേതിക വിധത്തെ, അല്ലെങ്കിൽ ബഹിരാകാശത്തിലെ AI സംവിധാനത്തിലെ, പ്രതിരോധ സംവിധാനത്തിലെ നമ്മൾ ഇടപെടണ്ടെന്ന് പറയാത്ത, ഇന്നതിനകത്ത് നിങ്ങൾ ഇടപെടണ്ട എന്ന് പറയാത്ത എല്ലാ മേഖലയിലും ഇടപെടാൻ വേണ്ടി ഒരു രാജ്യം തയ്യാറാകും എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞതുപോലെ ഇന്ത്യ കുതിക്കുകയാണ്. ആ രാജ്യത്തോട് കൂടെ നിന്നാൽ മാത്രം, അല്ലെങ്കിൽ അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് പുരോഗതിയുണ്ട്. ഇന്ത്യക്കകത്ത് 140 കോടി ജനം, വലിയ വലിപ്പത്തിലുള്ള ജനം, മാനുഫാക്ചറിങ്ങിൽ ഇപ്പോൾ വളരെ മുൻപന്തിയിലുള്ള ജനം, എല്ലാ രീതിയിലും വികസനത്തിനകത്തുള്ള ജനം, അല്ലെങ്കിൽ പുരോഗതിയിനകത്തുള്ള രാജ്യം. ഈ രാജ്യത്തിനകത്ത് ഈ പറയുന്നത് പോലെ വ്യവസായങ്ങൾ തുടങ്ങാൻ ആവശ്യത്തിന് സ്ഥലം, അതിന് വേണ്ട ഒരുക്കങ്ങളുള്ള സ്ഥലം, അതിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചറുള്ള സ്ഥലം, തുടങ്ങിയാൽ വിജയിക്കുന്ന സ്ഥലം, അത് വിൽക്കാൻ വേറെ എങ്ങോട്ട് പോകേണ്ട, ആദ്യത്തെ ലോകത്തെ മൊത്തം കമ്പോളം നോക്കുമ്പോൾ അതിനകത്ത് 50% കമ്പോളമുള്ള സ്ഥലം, ആഭ്യന്തര കമ്പനി. ഇതൊക്കെയാണ് ഒരു രാജ്യത്തിൻ്റെ പുരോഗതിയിൽ. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരവസ്ഥയെന്ന് പറഞ്ഞാൽ മറ്റ് രാജ്യത്തിൻ്റെ കൂട്ടല്ല, സുരക്ഷിതമായ രാജ്യം. അതായത് ഇപ്പോഴും നോക്കിയല്ലോ കാശ്മീരിൽ നമ്മളെന്തിനാ സിന്ദൂർ എന്ന് പറയുന്ന ഓപ്പറേഷൻ ഇത്ര കൃത്യമായിട്ട് ചെയ്ത്? രാജ്യത്തിൻ്റെ സുരക്ഷ. പണ്ട് 6 മാസം കൂടുമ്പോൾ ദീപാവലി ആഘോഷിക്കുന്ന രാജ്യമായിരുന്നു ഇന്ത്യ, മനസ്സിലായോ? ഇപ്പോൾ അതല്ല. 6 മാസം കൂടുമ്പോൾ ഡൽഹിയിലൊരു സ്ഫോടനമുണ്ടായി, 9 പേര് മരിച്ചു. അത് കഴിയുമ്പോൾ ഹൈദരാബാദിലുണ്ടായി, അത് കഴിഞ്ഞപ്പോൾ ബാംഗ്ലൂരിലുണ്ടായി, അത് കഴിഞ്ഞപ്പോൾ തമിഴ്നാട്ടിലുണ്ടാകുന്നു, മംഗലാപുരത്തുണ്ടായി. ഇങ്ങനെ എന്തിനാ? ഇവിടോട്ടാരും ചെല്ലരുത്. ആ രാജ്യം സുരക്ഷ. ഞാനൊരു വ്യവസായിയാണ്, എനിക്ക് ഒരു ബിസിനസ് തുടങ്ങണം. എനിക്ക് എൻ്റെ ബിസിനസ് കൊണ്ടുപോയി പൈസ മുടക്കി വല്ലയിടത്തും കുഴപ്പമുള്ളിടത്ത് തുടങ്ങുമോ? നിങ്ങളുണ്ട് ബാറാന്നല്ലേ നമുക്ക് ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഒരു ബിസിനസ്. എല്ലാവരും വിചാരിക്കുന്ന വലിയ ലാഭമുള്ള കുഴപ്പമുള്ള പ്രദേശങ്ങളിൽ തുടങ്ങുമോ? ചിലടത്തൊക്കെ ചട്ടമ്പിയുടെ കൂടുതലുള്ള സ്ഥലമുണ്ട്. ആ സ്ഥലങ്ങളിലൊക്കെ ബാറിന് വിലക്കുള്ള. അവിടെ ചെന്നാൽ മാന്യന്മാർ കുടിക്കാൻ ചെല്ലുന്നവരെ അടിക്കുമ്പോൾ. അപ്പം ഏതിനകത്തും പൈസ ഇൻവെസ്റ്റ്, അത് ലോകത്തിലുള്ള ബിസിനസ്സുകാരായും അല്ലെങ്കിൽ രാജ്യങ്ങളായാലും ഇവിടെ റിസ്ക് ഇല്ലാത്തടത്തേ ഉള്ളൂ. ഇന്ത്യ അങ്ങനെ നിർത്തിയിരുന്നു. എന്നും പ്രശ്നം, പൊട്ടിത്തെറി വിഷയങ്ങൾ. അഫ്ഗാനിസ്ഥാനിൽ ആര് പോവും? പാകിസ്ഥാനിൽ ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യും? അപ്പോൾ ഇവിടെ ആ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി സുരക്ഷിതമായ സ്ഥലത്തേക്ക് ഇന്ത്യയെ മാറ്റി. അതുപോലെ സപ്ലൈ ചെയിൻ്റെ കാര്യത്തിൽ ലോകത്ത് ഇവിടെ നിന്ന് ബിസിനസ് ചെയ്താൽ ലോകത്ത് എവിടെയും പോകാൻ പറ്റുന്ന രീതിയിൽ, കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സ്, അതാണല്ലോ ഏറ്റവും വേണ്ടത്. ഇത് കയറ്റി ഇവിടെ സാധനം ഉണ്ടാക്കാനുള്ള സാധനം ഇവിടെ കൊണ്ടുവരണം. ഇവിടുന്ന് ഉണ്ടാക്കിയാൽ വളരെ വേഗത്തിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ കൊണ്ടുപോകണം. അത് നമ്മുടെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വരെ ആക്കിയില്ലേ?
അതായത് എല്ലാ രീതിയിലും പുരോഗതിയിലേക്ക് എത്തി. അതുകൊണ്ടാണ് ഈ സ്പീഡിൽ പോകുന്നെന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ പുരോഗതി ബാക്കിയുള്ള ലോകത്തെ നമ്മൾക്ക് വികസിക്കാൻ കണ്ടമാനമുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഈ പറയത്തില്ലേ അങ്ങ് അറ്റമായി മേളിൽ അറ്റത്തോട്ട് പോയാൽ പിന്നെ താപ്പോട്ടാണല്ലോ വരുന്നത്. നമ്മൾ തുടങ്ങിയിട്ട് പോലും ഇല്ല. മനസ്സിലായില്ലേ? സീറോയിൽ നിന്ന് ചിലപ്പോൾ 2ലേക്ക് വന്നിട്ടുള്ളൂ. നമുക്കിനി അപ്പോൾ ആ വലിപ്പത്തിലേക്ക് പോകുന്നതുകൊണ്ടായി പറയുന്ന 2047 PFIക്കാരനും SDPIക്കാരനും ഇസ്ലാമിക രാജ്യം പിടിക്കാമെന്ന ഒരവസ്ഥയിൽ രാജ്യത്തിൻ്റെ പുരോഗതിയിലൂന്നി, രാജ്യത്തിൻ്റെ സുരക്ഷയിലൂന്നി, രാജ്യത്തിൻ്റെ താല്പര്യങ്ങളിലൂന്നി ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ അമരെ പിടിക്കാവുന്നകത്ത് വെച്ചില്ലയോ? അപ്പോൾ ഇനി ആ വർത്തമാനം പറയണ്ട. മനസ്സിലായില്ലേ? അപ്പം രാജ്യതാല്പര്യം കൊണ്ടായിപ്പോൾ ഈ പറഞ്ഞ വെളുപ്പാക്കാലത്ത് ഒരു പ്രാവശ്യം ഇവിടെ വന്ന PFIക്കാരന് ഒരു പക്ഷേ അണ്ടറിടാൻ സമയം കൊടുക്കാതെ വണ്ടിയെ കയറ്റിയ സ്പെഷ്യൽ നമ്മൾ ചാർട്ടേഡ് ഫ്ലൈറ്റ് ഒക്കെ ഉണ്ടല്ലോ, അതുപോലെ ആയിരുന്നു ഇവിടെ കൊണ്ടുവന്നിട്ട് കൊണ്ടുപോയി. മറ്റേ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ വരത്തില്ല. ഇപ്പം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇവിടെ വരുന്ന അദ്ദേഹം ചാർട്ടേഡ് ഫ്ലൈറ്റില്ല. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി വേറെ പോകുന്ന നമുക്ക് സ്വന്തം ഫ്ലൈറ്റില്ല എന്ന് പറഞ്ഞാൽ ഇവരെ നമ്മളിവിടെ കൊണ്ടുവന്ന് നേരത്തെ ഫ്ലൈറ്റ് ഇട്ടിരുന്ന് വെളുപ്പാങ്കാലത്ത് വിളിച്ചു കയറ്റി കൊണ്ടുവരും. അപ്പോൾ അവരിപ്പം ഈ പറയുന്നത് ആഗ്രഹം കൊണ്ട് നിൽക്കുന്നതേ ഉള്ളൂ. നമുക്ക് എന്ന് പറഞ്ഞ് നിസ്സാരമായിട്ട് കണ്ട്, എന്നാലും ആഗ്രഹ പൂർത്തീകരണത്തിന് വലിയ പാടായിരിക്കും ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഈ ഭരണവും ഈ സംവിധാനവും ഒക്കെ ആണെങ്കിൽ. അപ്പം പക്ഷേ മറ്റേ ആഗ്രഹം നടക്കുകയും ചെയ്യും. 2047 ഈ പറയുന്ന ഇന്ത്യ മഹാരാജ്യം ഇസ്ലാമിക രാജ്യമാകത്തില്ല എന്നുള്ളതിനകത്ത് നമുക്ക് ഉറപ്പിക്കാം. പക്ഷേ 2047 ഇന്ത്യ 30 ട്രില്യണിലേക്ക് വളരും എന്നുള്ള ഇപ്പോഴത്തെ ഒരു പോക്കിനകത്ത് നമുക്ക് മനസ്സിലാവും. കാരണം പല രീതിയിൽ ഈ പോക്കിനെ തടയിടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയെല്ലാം മുന്നിൽ കണ്ട് അത് ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗവും ആ സംവിധാനവും ഉപയോഗിച്ച് മുമ്പേ അറിഞ്ഞ് അതിനെയൊക്കെ തടയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏത് രീതിയിൽ വന്നാലും അതിനൊക്കെ തടയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ആണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് പുടിൻ ഡിസംബറിൽ വരുന്നത്. അതിനു മുമ്പേ ഒക്ടോബറിൽ ഇവിടെ വരികയും ഇവിടുത്തെ വ്യവസായികളുമായിട്ട് സംസാരിക്കുകയും ഈ വിഷൻ 2035 അതിൻ്റെ വിചാരിക്കുന്ന അവസ്ഥയിൽ തന്നെ കൊണ്ടെത്തിക്കുന്നതിനും ശ്രമിക്കുകയും, അതേപോലെയാണ് നമ്മുടെ ഈ പറയുന്നത് പോലെ ഒരു രാജ്യത്തിന് പുരോഗതിയിലേക്ക് പോകുന്നതിന് ഇന്ത്യ പോലെയുള്ള രാജ്യത്തെ ആവശ്യമാണെന്ന് കണ്ട് ആ രാജ്യത്തിൻ്റെ പുരോഗതിയിലേക്ക് നയിക്കും. താലിബാൻ എന്ന് പറയുന്ന രാജ്യം ഭരണമേറ്റെടുക്കുമ്പോൾ ലോകം മൊത്തം ഭീകര രാജ്യമായിട്ട് പ്രഖ്യാപിച്ച് ആ രാജ്യത്തിനോട് അടുപ്പം വേണ്ടാന്ന് അമേരിക്ക തീരുമാനിക്കുന്നു. അല്ലെങ്കിൽ ആ രാജ്യത്തോട് അടുപ്പം കൂടിയാൽ അമേരിക്കയ്ക്ക് അതൃപ്തി വരുന്ന സമയത്ത് നമ്മളന്നും പട്ടിണി കിടന്നവന് മരുന്ന് കൊടുത്തു, അരി കൊടുത്തു, സംവിധാനം കൊടുത്തു. അവർക്ക് ഏത് ഭീകരനാണെന്ന് പറഞ്ഞാലും പാകിസ്ഥാൻ്റെ കൂട്ടല്ല. അവൻ ആ അരിയും കൊടുത്തതിൻ്റെയും പട്ടിണിക്ക് സമയത്ത് മരുന്ന് കൊടുത്തതിൻ്റെയൊക്കെ ഒരു നന്ദി സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു. അവൻ നമ്മുടെ ബിസിനസ് അവിടെ ചെയ്യാൻ ചെല്ലുന്ന ഇന്ത്യക്കാരൻ്റെ അടുത്ത് അവനൊരു കഷ്ടതയ്ക്കും അല്ലെങ്കിൽ പ്രശ്നത്തിനും പോയില്ല. അവനവിടുത്തെ നമ്മുടെ അധീനതയിൽ അല്ലെങ്കിൽ നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്ന പോർട്ടുകളുണ്ടായിരുന്നു. ആ പോർട്ടുകൾക്ക് സംരക്ഷണം കൊടുത്തു. ആ വലിയ വലുപ്പത്തിൽ അന്ന് തൊട്ടേ നമ്മൾ താല്പര്യം സംരക്ഷിച്ചപ്പോൾ അന്ന് താലിബാൻ സ്വതന്ത്രമായപ്പോൾ പാകിസ്ഥാൻ വിചാരിച്ചു താലിബാനെ കൂട്ടുപിടിച്ച് ഇന്ത്യ അടിക്കാമെന്ന്. ഇപ്പോൾ പാകിസ്ഥാനെ അടിക്കാൻ നിൽക്കുന്ന ലോകത്തിലെ നമ്പർ 1 രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ആദ്യം പേരെഴുതാൻ പറ്റുന്ന താലിബാൻ്റെയാണ്. മനസ്സിലായില്ലേ? കാരണം നമ്മൾ അതേ രീതിയിൽ ഇടപെട്ടുകൊണ്ട് അപ്പം അവരും ഇന്ത്യയിലേക്ക് തീർക്കും. അപ്പം താലിബാനും ഉദ്ദേശിക്കുന്നത് ഇന്ത്യയുടെ കൂടെ നിന്നാലേ കാര്യമുള്ളൂ. കാരണം സുരക്ഷിതമായിട്ട് നിൽക്കാം, നമുക്ക് നമ്മുടെ പട്ടാളത്തിന് സഹായം കിട്ടും, ആ രീതിയിൽ എല്ലാ രീതിയിലും സഹായം കിട്ടും. ഇന്ത്യയുടെ ഭാഗമായിട്ട് നിന്നാലും അതിനകത്ത് പുരോഗതി ഉണ്ടാവും, സാമ്പത്തികമായിട്ട് സഹായം കിട്ടും. ഞാൻ പറഞ്ഞു വന്നത് എല്ലാ രാജ്യങ്ങളും പണ്ടില്ലാത്തോണം ഇന്ത്യയുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നതിൻ്റെ കാരണം ഇന്ത്യയുമായിട്ട് ബന്ധം സ്ഥാപിച്ചാൽ അല്ലെങ്കിൽ ഒരുപക്ഷെ അമേരിക്കയെ പോലും പറയുന്നത് കേൾക്കാതെ ഇന്ത്യയുമായിട്ട് ബന്ധം സ്ഥാപിച്ചാൽ അതിനെക്കാട്ടി വലിയ വലിപ്പത്തിൽ ഇന്ത്യ കൊണ്ട് പ്രയോജനം ഉണ്ടാകും എന്ന് കണ്ട് തന്നെയാണ് അത്തരത്തിൽ ഒരു നീക്കം നടക്കുന്നത്. അത് പുടിൻ്റെ റഷ്യയുടെ ഭരണാധികാരി വരുന്നതും ഒരുപക്ഷെ UK ഭരണാധികാരി വരുന്നതും താലിബാൻ്റെ ഭരണാധികാരി വരുന്നതും ലോകത്തുടനീളമുള്ള GCC രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് കരാറിൽ ഏർപ്പെടുന്നതും അല്ലെങ്കിൽ ലോകത്ത് ഇത്തരത്തിൽ മത്സരിക്കുന്നതിൻ്റെയും ഒക്കെ കാരണം ഇനിയുള്ള സമയം ഏറ്റവും പുരോഗതിയിൽ ആദ്യം പോകുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ ഇന്ത്യയാണ് ഈ പറയുന്നത് പോലെ പല പഠനങ്ങളിലും വളരെ വലിയ എക്കണോമിക്കൽ ഗ്രോത്ത് അത് പോകുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന പ്രതിരോധ മേഖലയിൽ വലിയ വലിപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു രാജ്യം അല്ലെങ്കിൽ യുദ്ധസാമഗ്രികൾ വിൽക്കുന്ന രാജ്യം, ഈ പറയുന്ന പോലെ ഈ ഏറ്റവും വലിയ കമ്പോളം അതായത് ആഭ്യന്തര വിപണി ഉള്ള രാജ്യം, അത് ഏറ്റവും സാങ്കേതിക വിദ്യയിൽ പുരോഗതിയിലേക്ക് പോകുന്ന രാജ്യം, അല്ലെങ്കിൽ ഈ നാസ പോലുള്ള അല്ലെങ്കിൽ ബഹിരാകാശ നാസയുടെ പ്രവർത്തനം നിർത്തി, അത് അമേരിക്കയിൽ ഫണ്ട് കിട്ടുന്നില്ല. അപ്പോഴാണ് നമ്മളിവിടെ ബഹിരാകാശ ഗവേഷണ രംഗത്ത് വലിയ നേട്ടങ്ങളിലേക്ക് പോകുന്നത്, അതിനുവേണ്ടി വലിയ ബജറ്റ് മാറ്റിവെക്കുന്നത്.
അതെ അതെ ഇല്ല അത് നാസയുടെ പ്രവർത്തനത്തിൽ എന്ന് പറഞ്ഞാൽ അമേരിക്ക അടച്ചിട്ടേക്കുക നമ്മളീ പറയത്തില്ലേ 3 ദിവസത്തേക്ക് കടയടവെന്നൊക്കെ പറയത്തില്ലേ കല്ല് അപ്പോൾ അടച്ചിട്ടേക്കുക ഇനി എന്ന് തുറക്കുമെന്ന് അറിയത്തില്ല അത് ഷട്ട് ഡൗൺ നമ്മൾ ചിരിക്കാൻ പറഞ്ഞല്ല ഇപ്പോൾ അത്യാവശ്യം ആശുപത്രിയും ഈ ബോർഡറിലെ സൈന്യം സെക്യൂരിറ്റിയും പട്ടാളത്തിന് ശമ്പളമില്ല എന്ന് പറഞ്ഞാൽ ഈ അതിർത്തി സംരക്ഷണ വേണ്ടിയുള്ള പ്രത്യേക വിങ്ങിന് വേണ്ടി മാത്രം പൈസ അതായത് അടച്ചിട്ടിരിക്കുകയാണ് 7 ലക്ഷത്തോളം സർക്കാർ ജീവനക്കാരെയാണ് പിരിച്ചുവിടുന്നതിന് വേണ്ടി ശരിക്കും പറഞ്ഞാൽ അയാൾക്ക് എന്തോ കുഴപ്പം ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് കാരണം ഇതൊരു മത്സര ബുദ്ധിയോട് കൂടിയാണ് കാരണം ഈ പറയുന്ന അടച്ചുപൂട്ടൽ അല്ലെ സമ്പത്തില്ലാത്തത് പുള്ളി പറയുന്നത് നല്ലതാണ് കാരണം ഇതിനകത്ത് മറ്റേ എതിർ രാഷ്ട്രീയ പാർട്ടി റിപ്പബ്ലിക്കൻ പാർട്ടി അല്ല ഡെമോക്രാറ്റ്സ് അല്ലേ ഡെമോക്രാറ്റ്സിന് പണി കൊടുക്കാം ഇയാളല്ലേ ഇയാൾ റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റ്സിന് പണി കൊടുക്കാം കാരണം അവരുടെ പല ആശയങ്ങളും അല്ലെങ്കിൽ അവർ ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളും ഉണ്ട് അപ്പോൾ അത് നടത്താതിരിക്കുന്നതിന് വേണ്ടി പണം കിട്ടാത്തൊരു കാരണമാക്കാമെന്നാണ് പുള്ളി പറയുന്നത് പുള്ളി രാഷ്ട്രീയ നേട്ടമാക്കാമെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് ഏതായാലും രാഷ്ട്രീയ നേട്ടമൊന്നും അല്ല ഇയാൾക്ക് ശേഷം ആ പാർട്ടി തന്നെ നമ്മുടെ പപ്പുവിന് ശേഷം കോൺഗ്രസ് കേരളത്തിൽ കാണത്തില്ലെന്ന് പറയുന്ന നമുക്ക് ഇയാൾക്ക് ശേഷം ഇയാളുടെ ഒരു പാർട്ടി പ്രധാനപ്പെട്ട 2 പാർട്ടികൾ ഒരു പാർട്ടി അവിടെ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളില്ല പുള്ളിക്ക് പിന്നെ താല്പര്യമില്ലെന്ന് തോന്നുന്നു പുള്ളിയുടെ മരുമകൻ്റെ ബിസിനസ്സാണ് പുള്ളിക്ക് താല്പര്യം പുള്ളി പല കരാറുകളും പല തീരുമാനങ്ങളും ഇപ്പം ഏറ്റവും അവസാനം വന്ന ഈ വെടിനിർത്തൽ കരാർ വരെ അയാളുടെ മരുമകൻ്റെ ബിസിനസ്സിന് ഊന്നി അതിനകത്ത് ചില ലക്ഷ്യങ്ങളൊക്കെ വെച്ചാണ് ചില കാര്യങ്ങളെന്നുള്ള രീതിയിൽ ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചു അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്ദേശവും കാര്യങ്ങളൊക്കെ അതാണ് കാരണം ഇനിയും അവിടുത്തെ ഒരു നിയമം അനുസരിച്ച് ഒരു പ്രാവശ്യം കൂടി പ്രസിഡൻ്റ് ആവാനൊന്നും പറ്റത്തില്ല അങ്ങനെ 2 ടേൺ മാത്രമേ ഒരാൾക്ക് അമേരിക്കയിൽ പ്രസിഡൻ്റ് ആവാൻ പറ്റത്തുള്ളൂ അപ്പം ഈ ഒരു 3 കൊല്ലം കൊണ്ട് അമേരിക്കയ്ക്കകത്ത് അമേരിക്കയെ വെച്ച് ലോകത്തുള്ള കച്ചവടം നടത്തി ഇപ്പം തന്നെ ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളാണ് കച്ചവടമൊക്കെ നടത്തി അയാളുടെ കാര്യം നോക്കി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് ഒരുപക്ഷെ അതിനുശേഷം അമേരിക്ക ചരിത്രത്തിൻ്റെ താളുകൾ ഈ ലോകത്തിലെ നമ്പർ 1 എന്ന് പറയുന്ന അമേരിക്ക എത്രാമത്തെ തവണ പോകുന്നു പ്രവചിക്കാൻ നമ്മുടെ ആളല്ല ഏതായാലും അമേരിക്കയുടെ പതനത്തിന് കാരണക്കാരായ പ്രസിഡന്റ് എന്നുള്ള രീതിയിലേക്ക് ഇദ്ദേഹത്തിൻ്റെ പേര് വലിയ വലുപ്പത്തിൽ എഴുതേണ്ടി വരുമെന്നാണ് ഇപ്പോഴത്തെ ഒരു പോക്കിനകത്തുനിന്ന് നമുക്ക് തോന്നുന്നു ഏതായാലും നമ്മൾ പറഞ്ഞു വെച്ചത് ഇന്ത്യ ഇല്ലാതെ ലോകക്രമം മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയിൽ അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നവരൊക്കെ ഇന്ത്യയിലേക്ക് വരുന്നത്